റുബിക്സ് ക്യൂബ്, എർണോ റുബിക്സിൻ്റെ റുബിക്സ് ക്യൂബ്. ഈ ക്യൂബ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ക്യൂബ് സോൾവ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് അൽഗോരിതം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. ഈ അൽഗോരിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അടുത്തറിയുക. അങ്ങനെ അടുത്തറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്യൂബ് എങ്ങനെയൊന്ന് സോൾവ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ക്യൂബ് സോൾവ് ചെയ്യുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് ഓരോ സെൻറ്റർ പീസ് ഉണ്ട്. ഇത് നോക്കുക, ഇതിവിടെ ഇപ്പം യെല്ലോ, ഇത് യെല്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ ബാക്കിയുള്ളതല്ല. ഇപ്പോൾ ഇതുണ്ട്, ഇത് യെല്ലോ. അങ്ങനെ ഈ സൈഡ് മുഴുവൻ സോൾവ് ചെയ്യേണ്ടത് ഇതിൻ്റെ ചുറ്റുമാണ്. ഈ സെൻറ്റർ പോർഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഓറഞ്ച്, അപ്പോൾ ഇവിടെ മുഴുവൻ നമുക്ക് ഓറഞ്ച് ആക്കണം. ഈ സെൻറ്റർ പോർഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഓറഞ്ചിൻ്റെ ചുറ്റും വേണം നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൊണ്ടെത്തിക്കാനായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്യാം. ഇപ്പം വൈറ്റ്. ഇപ്പോൾ ഞാൻ വൈറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഈ ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഒരു ക്രോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വൈറ്റ് ക്രോസ്. ഇപ്പോൾ ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ആദ്യം നമ്മൾ സോൾവ് ചെയ്യുന്നത് ഈ വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മുഴുവൻ വൈറ്റ് കൊണ്ട് ഒരു ക്രോസ് ഉണ്ടാക്കണം. അതിനുശേഷം വേണം ബാക്കിയുള്ളതെല്ലാം വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും വൈറ്റ് ആക്കിയാൽ ഒരു ക്രോസ് ആകുമല്ലോ. അങ്ങനെ നമുക്കൊരു ക്രോസ് ആക്കണം. അങ്ങനെ ക്രോസ് ആക്കിയാൽ മാത്രം പോരാ, ഇതിപ്പം വൈറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്. അപ്പോൾ ഇവിടെ ഓറഞ്ച് ആക്കണം. വൈറ്റ് ഓറഞ്ച്. അതുപോലെ തന്നെ വൈറ്റ് ഇത് കണ്ടോ, ഇതിപ്പം വൈറ്റ് ഓറഞ്ച് ഇതുപോലെ ആക്കണം. ഇത് വൈറ്റ് ബ്ലൂ അതുപോലെ ആക്കണം. ഇവിടെ വൈറ്റ് റെഡ് വൈറ്റ് ഗ്രീൻ അതുപോലെ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതെൻ്റെ ബോട്ടം ലെയറായിട്ട് പിടിക്കും. ബോട്ടം ലെയറായിട്ട് പിടിച്ചിട്ട് ഈ യെല്ലോയ്ക്ക് ചുറ്റും ഞാൻ ഈ വൈറ്റ് ഒന്ന് കൊണ്ടുവരിക. അതുപോലെ കാണിച്ചു തരാം. അതായത് ഇതുപോലെ ഉണ്ടോ, ഇവിടെ വൈറ്റ്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇതുണ്ടോ. അതായത് വൈറ്റ് എൻ്റെ ബോട്ടം ലെയറായിട്ട് പിടിച്ചിട്ട് അതിൻ്റെ ടോപ്പ് ലെയർ എടുക്കുക. നമ്മുടെ വൈറ്റ് ബോട്ടം ലെയറായിട്ട് എടുത്തിട്ട് ഇത് ടോപ്പ് ലെയർ ആക്കുക. ടോപ്പ് ലെയർ ആക്കിയിട്ട് ഇത് കണ്ടോ, ഇവിടെ യെല്ലോ ഉണ്ട്. ആ യെല്ലോയുടെ ചുറ്റും ഞാനിങ്ങനെ വൈറ്റ് ആക്കിയിട്ട് ഇത് കണ്ടോ, ഇതുപോലെ. ഈ വൈറ്റിൻ്റെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. അപ്പം ഗ്രീൻ സെൻറ്ററായിട്ട് ഉള്ളിടത്തോട്ട് എന്നെ തിരിച്ച് വിളിച്ചു തന്നു. എന്നിട്ട് ഇങ്ങനെ 180 ഡിഗ്രി നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, അതിൻ്റെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് ഓറഞ്ചാണ്. അപ്പോൾ ആ ഓറഞ്ച് സെൻറ്ററായിട്ട് ഉള്ളിടത്തോട്ട് ഞാൻ തിരിച്ച് വെക്കും കേട്ടോ. വൈറ്റ് ഓറഞ്ച് ആണ്. എന്നിട്ട് 180 ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ വൈറ്റിൻ്റെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ബ്ലൂ സെൻറ്ററായിട്ട് ഉള്ളിടത്തോട്ട് ഞാൻ വീണ്ടും ഇതിനെ തിരിക്കും. എന്നിട്ട് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ഈ വൈറ്റിൻ്റെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് റെഡാണ്. അപ്പോൾ റെഡ് സെൻറ്ററായിട്ട് ഉള്ളിടത്തോട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ട് 180 ഡിഗ്രി ഇത് ഒരു ക്രോസായി. ഞാൻ ആദ്യം പറഞ്ഞ ആ വൈറ്റ് ക്രോസായി. ഇത് നമ്മൾ നോക്കണ്ട, ഇത്രയും നോക്കിയാൽ മതി. ഈ ഒരു വൈറ്റ് ക്രോസ് ആയിട്ടുണ്ട്. വൈറ്റ് റെഡ് വൈറ്റ് ബ്ലൂ വൈറ്റ് ഓറഞ്ച് ആൻഡ് വൈറ്റ് ഗ്രീൻ. ഇത്രയും ഞാൻ പറഞ്ഞ രീതിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ എൻ്റെ ബോട്ടം ലെയറായിട്ട് എടുക്കുന്നു. എന്നിട്ട് ബാക്കി ഇത് കണ്ടോ, ഇവിടെയും എല്ലാം വൈറ്റ് വരാനുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കാം. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഈ വൈറ്റിൻ്റെ എഡ്ജ് പീസ് എന്ന് പറഞ്ഞാൽ ഗ്രീനാണ്. അപ്പം ഗ്രീൻ ഉള്ളിടത്തോട്ട്, അതായത് ഗ്രീൻ സെൻറ്ററായിട്ട് ഉള്ളിടത്തോട്ട് ഞാൻ കൊണ്ട് അലൈൻ ചെയ്ത് കണ്ടോ. ഇങ്ങനെ ഡയഗണലി അലൈൻ ചെയ്തിട്ട് കണ്ടോ, ഇത് വൈറ്റാണ്. അപ്പം വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡ് ആകുമ്പോൾ ഞാൻ ആദ്യത്തെ അൽഗോരിതം ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അൽഗോരിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ വൈറ്റിനെ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് ഇൻവേർട്ടഡ് അപ്പ് ഇൻവേർട്ടഡ് ലെഫ്റ്റ് അത്രയും ചെയ്തപ്പോൾ കണ്ടോ ആ വൈറ്റ് ഇവിടെ വന്നു. ഇനി ഇവിടെയും കൂടെ നമുക്ക് ബാക്കി നോക്കിയാൽ മതി. അതിനൊരു അടുത്ത വൈറ്റ് നോക്കി ഇവിടെ. അടുത്ത 2 വൈറ്റ് ഉണ്ട്. ഒന്ന് ഇവിടെയാണ്, അതിവിടെ ലോക്കായി പോയി കിടക്കും. ഇവിടെ ലോക്കായിട്ട് കിടപ്പുണ്ട്. അടുത്ത വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഞാനിപ്പോൾ ഈ വൈറ്റ് എടുക്കുക, അതിനെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവരണം. നമ്മൾ പഴയ പോലെ ആക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടഡ് അത്രയും ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ കിടന്ന വൈറ്റ് ഇവിടെ എത്തി. അതിൻ്റെ എഡ്ജ് പീസ് എന്ന് പറഞ്ഞാൽ ഈ വൈറ്റിൻ്റെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് ഗ്രീനാണ്. അപ്പം ഗ്രീൻ സെൻറ്ററായിട്ട് ഉള്ളിടത്തോട്ട് ഓൾറെഡി അലൈൻഡ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും അൽഗോരിതം ചെയ്യാണ്. ഈ വൈറ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് മിസ്പ്ലേസ്ഡ് ആണ്. അതായത് ഇവിടെ അല്ലായിരുന്നു വരേണ്ടത്, ഈ വൈറ്റ് ആയിരുന്നു ഇവിടെ വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടഡ്. ഇനി 2 കൂടെ. അതിലൊരു വൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ആ വൈറ്റിൻ്റെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് ഇതാണ്, അതായത് ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ സെൻറ്ററായിട്ട് ഉള്ളിടത്തോട്ട് ഞാൻ കൊണ്ടുവരുന്നത്. ബ്ലൂ സെൻറ്ററായിട്ട് ഉള്ളിടത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇതെൻ്റെ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ലെഫ്റ്റ് ഇൻവേർട്ടഡ് അപ്പ് ഇൻവേർട്ടഡ് ലെഫ്റ്റ്. ഇനി ഒരെണ്ണം കൂടെ.
അത് ഇവിടാണ് വൈറ്റ് വരേണ്ടത്. ആ വൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ മുകളിലാണ്. അപ്പോൾ നമുക്ക് എവിടാണോ വരേണ്ടത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക. ഇവിടാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇവിടെ മുകളിലായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ ഈ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് യു ടു റൈറ്റ് ഇൻവേർട്ട്. അപ്പോൾ ഈ സൈഡിൽ വന്നിട്ട് ഇതിൻ്റെ എഡ്ജ് പീസ് എന്ന് പറഞ്ഞ ബ്ലൂ ആണ്. ബ്ലൂ ഉള്ളിടത്തോട്ട് കൊണ്ടുവന്നു അലൈൻ ചെയ്തിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലായതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർ റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ട്. ഇത് കണ്ടോ, വൈറ്റ് മുഴുവൻ സോൾവ് ആയെന്ന് മാത്രമല്ല, ഇത് കണ്ടോ, ഈ വൈറ്റിനെ നമ്മൾ ടോപ്പ് ലെയർ ആക്കുവാണെങ്കിൽ ഇവിടെ ഒരു ടി ഷേപ്പ് കണ്ടോ, ബ്ലൂ ടീ. ഇത് നോക്കണ്ട, ഒരു ചെറിയ ടീ, ബ്ലൂ ടീ, ഓറഞ്ച് ടീ, ഒരു ടി ഷേപ്പ് ഉണ്ടോ, ഗ്രീൻ ടീ, റെഡ് ടീ. ഇത്രമായി. പിന്നെ നമ്മൾ വീണ്ടും വൈറ്റിനെ ബോട്ടം ലെയർ ആയിട്ട് എടുത്തിട്ട് ഈ മിഡിൽ ലെയർ മുഴുവൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോകും. അതായത് ഇവിടെ ഇപ്പം മുഴുവൻ ഗ്രീൻ, അതുപോലെ ഇവിടെയും നമ്മൾ ഗ്രീൻ കൊണ്ടുവരും. ഇവിടെ ഗ്രീൻ ഉണ്ട്, ഇവിടെയും ഗ്രീൻ കൊണ്ടുവരും. ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഇവിടെ ഓറഞ്ച് കൊണ്ടുവരും. ഇവിടെയും ബ്ലൂ കൊണ്ടുവരും. ഇവിടെയും റെഡ് കൊണ്ടുവരും. അങ്ങനെ ഈ മിഡിൽ ലെയർ മുഴുവൻ സോൾവ് ചെയ്യാൻ പോവാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു റെഡ് ഉണ്ട്, ഇവിടെ ഒരു ബ്ലൂ ഉണ്ട്. അപ്പോൾ റെഡ് ഉള്ളിടത്തോട്ട് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരും. കണ്ടോ, റെഡ് സെൻറ്ററായിട്ട് ഉള്ളിടത്തോട്ട് തിരിച്ചു കൊണ്ടുവന്ന ഒരു വലിയ ടീയാണ്. വലിയ ടീ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഉള്ളൂ, ബ്ലൂ അല്ലേ ഉള്ളത്. ഇതിനോട് ചേർന്ന്, ഈ റെഡിനോട് ചേർന്നുള്ള ബ്ലൂ ആണ്. ബ്ലൂ ഈ സൈഡിലുണ്ട്. അതായത് ഈ ബ്ലൂവിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് കൊണ്ടുവരേണ്ടത്. ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നതിന് അൽഗോരിതമുണ്ട്. അപ്പ് ഇൻവേർട്ടഡ്, ലെഫ്റ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ലെഫ്റ്റ്. അത്രയും ചെയ്തപ്പം ബ്ലൂ വന്നില്ലെന്ന് മാത്രമല്ല, അതായത് ബ്ലൂ വന്നിട്ടുണ്ട്, ഇത് ഇവിടുത്തെ ഒരു ടീ ഉണ്ടോ, ഈ ടീ ഷേപ്പ് പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ടീ ഉണ്ടായിരുന്നു, ആ ടീ ഷേപ്പ് പോയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഈ വൈറ്റ് നമുക്ക് മിസ്സായിട്ടുണ്ട്. അതിനെ നമുക്ക് വീണ്ടും പഴയ പോലെ കൊണ്ടുവരണം. ഇവിടെ വൈറ്റിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അതിനെ കൊണ്ട് അലൈൻ ചെയ്യിപ്പിച്ചിട്ട് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ട്. അത്രയും ചെയ്തപ്പം കണ്ടോ, ഇവിടെ ഫില്ലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം ചെയ്യാൻ പോവാണ്. ഇവിടെ ഗ്രീൻ ഉണ്ട്, വലിയ ടീ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഓറഞ്ചാണ്. ഓറഞ്ചിനെ നമുക്കിവിടെ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഈ ഓറഞ്ചിനെ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് അപ്പ് റൈറ്റ് ഇൻവേർട്ട്. ഇവിടെ ഒരു വൈറ്റ് മിസ്സായിട്ടുണ്ട്. ആ വൈറ്റ് നമ്മൾ പഴയ പോലെ തിരിച്ചു കൊണ്ടുവരണം. അലൈൻ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ലെഫ്റ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ലെഫ്റ്റ്. കണ്ടോ, ഇവിടെ ഇത് സോൾവ് ആയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ഗ്രീൻ ഉണ്ട്. ആ ഗ്രീനെ ഉള്ളിടത്തോട്ട് തിരിച്ചു കൊണ്ടുവന്നു. വലിയ ടീ ഉണ്ടാക്കി. എന്നിട്ട് ഇവിടെ ഒരു റെഡ് ഉണ്ട്. ആ റെഡിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഈ റെഡ് മുഴുവൻ സോൾവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അപ്പ് ഇൻവേർട്ടഡ്, ലെഫ്റ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ലെഫ്റ്റ്. ഇവിടെ വൈറ്റ് മിസ്സായിട്ടുണ്ട്. ആ വൈറ്റിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടഡ്. കണ്ടോ, ഗ്രീൻ മുഴുവൻ സോൾവായി, റെഡ് മുഴുവൻ സോൾവായി. ഇനി ഇവിടെ ഒരു ബ്ലൂ, ഓറഞ്ച്. ഈ ഓറഞ്ചിനെ നമ്മളിവിടെ കൊണ്ടുവന്നു. വലിയ ടീ ഉണ്ടാക്കിയിട്ട് ഈ ബ്ലൂവിനെ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് അപ്പ് റൈറ്റ് ഇൻവേർട്ടഡ്. വീണ്ടും നഷ്ടമായിട്ടുള്ള വൈറ്റിനെ തിരിച്ചു കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ട് അലൈൻ ചെയ്തിട്ട് ലെഫ്റ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്. കണ്ടോ, ഓറഞ്ച് മുഴുവൻ സോൾവായി, ഗ്രീൻ മുഴുവൻ സോൾവായി, റെഡ്, ബ്ലൂ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാണ്. അതായത് നമ്മൾ ആദ്യം ഒരു വൈറ്റ് ക്രോസ് ഉണ്ടാക്കിയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു യെല്ലോ ക്രോസ് ഉണ്ടാക്കാൻ പോവാണ്. യെല്ലോ ക്രോസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ മുഴുവൻ യെല്ലോ ആക്കി ഈ യെല്ലോ പോർഷൻ മുഴുവൻ സോൾവ് ചെയ്യുകയാണ്. അതിന് നമ്മൾ പറയുന്ന പേര് OLL എന്നാണ്. അതായത് ഓറിയൻറ്റേഷൻ ഓഫ് ദ ലാസ്റ്റ് ലെവൽ. അതിനുവേണ്ടി നമ്മളിവിടെ നോക്കുമ്പോൾ ഇത് കണ്ടോ, ഒരു ഹോറിസോണ്ടൽ ലൈൻ പോലെയാണ്. ഈ ഹോറിസോണ്ടൽ ലൈനിനെ എൻ്റെ ഫേസായിട്ട് പിടിക്കുക. ഇത് കണ്ടോ, ഒരു യെല്ലോയുടെ ഹോറിസോണ്ടൽ ലൈനാണ്. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ പിടിക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെ ഹോറിസോണ്ടൽ ലൈനായിട്ട് വരുന്ന രീതിയിൽ പിടിക്കുക. ഇങ്ങനെ ഒരിക്കലും പിടിക്കരുത്. ഈ ഒരു രീതിയിൽ ഇതിനെ നമ്മുടെ ഫേസായിട്ട് പിടിക്കരുത്. ഒന്നുകിൽ ഇത് ഈ ഹോറിസോണ്ടൽ ലൈൻ വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഫ്രണ്ട് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ഫ്രണ്ട് ഇൻവേർട്ടഡ്. ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിലുള്ളൊരു ക്രോസ് ആയിട്ടുള്ള, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ക്രോസ്. ഇതും നിങ്ങൾ നോക്കണ്ട, ഇതും നിങ്ങൾ നോക്കണ്ട. ഇതൊരു ക്രോസാണ്. എന്നിട്ട് ഈ ഒരു ഷേപ്പ് വന്നല്ലോ. ഈ ഒരു ഷേപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ഷേപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇത് കണ്ടോ, യെല്ലോ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ എഡ്ജിൽ നിങ്ങൾക്ക് ഈ യെല്ലോ ഇവിടെ കണ്ടോ, ഇവിടെ ഉള്ളതായിട്ട് നിങ്ങളുടെ ചിലപ്പോൾ ഇങ്ങനെ യെല്ലോ ഇവിടെയാണ് വരുന്നതെങ്കിൽ, ഈ സൈഡിലാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ പിടിക്കുക നിങ്ങളുടെ ഫേസായിട്ട്. അതല്ല ഈ ഷേപ്പ് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിനെ ഫേസായിട്ട് പിടിക്കുക. യെല്ലോ ഇവിടെയാണ്, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ്. ഈ ഒരു ഷേപ്പ് കിട്ടുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് യെല്ലോ വരുന്നതായിട്ട് പിടിച്ചിട്ട് അടുത്ത ആൾക്കാർക്ക് നമ്മൾ ചെയ്യാൻ പോവാണ്. റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ് റൈറ്റ് യു ടു റൈറ്റ് ഇൻവേർട്ടഡ്.
അത്രയും ചിലപ്പോൾ ഈ ഒരു ഷേപ്പാണ് കിട്ടിയത്. ഉണ്ടോ? ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ ഇതിനെ നമ്മുടെ ഈ ഒരു ഷേപ്പിനെ നമ്മുടെ ഫേസായിട്ട് പിടിക്കുക. ഈ ഒരു ഷേപ്പിനെ ഇങ്ങനെ നിങ്ങളുടെ ഫേസായിട്ട് പിടിക്കുക. ഇതിനെ ഫേസായിട്ട് പിടിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ അതേ അൽഗോരിതം തന്നെ ചെയ്യുക. റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ്, റൈറ്റ്, U2, റൈറ്റ് ഇൻവേർട്ടഡ്. നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നമുക്കിപ്പം കിട്ടിയ അതേ ഇത് തന്നെ കിട്ടി, വീണ്ടും അതേപോലെ തന്നെ കിട്ടി. നമ്മൾ വീണ്ടും സെയിം അൽഗോരിതം തന്നെ യൂസ് ചെയ്യുക. റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ്, റൈറ്റ്, U2, റൈറ്റ്. ഇത്ര ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ യെല്ലോ പോർഷൻ മുഴുവൻ സോൾവ് ആയിട്ടുണ്ട്. ആ യെല്ലോ പോർഷൻ മുഴുവൻ സോൾവ് ആയെന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇതുവരെ വന്നിട്ടില്ല. ഇനി അടുത്ത് നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് PLL എന്ന് പറയും, അതായത് പെർമ്യൂട്ടേഷൻ ഓഫ് ദ ലാസ്റ്റ് ലെവൽ. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് നമ്മൾ ഇത് മുഴുവൻ അലൈൻ ചെയ്യുക. അലൈൻ ചെയ്യുന്നതിനോട് നോക്കുക, ഇവിടെ ബ്ലൂ ഉണ്ട്. ബ്ലൂ ഉള്ളിടത്തോട് തിരിച്ചു നോക്കുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ കണ്ടോ, ഇതിൻ്റെ ഈ കോർണർ പീസ് എന്ന് പറയുന്നത് ബ്ലൂ ആണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടെ ഓറഞ്ച് ആണെങ്കിൽ ഇവിടെ ഗ്രീൻ ആയിരിക്കും, ഇവിടെ റെഡ് ആണെങ്കിൽ ഇവിടെ ഓറഞ്ച് ആയിരിക്കും, ഇവിടെ ഗ്രീൻ ആണെങ്കിൽ ഇവിടെ റെഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്ലൂ ഉള്ളിടത്ത് ഇങ്ങനെ കൊണ്ടുപോകും. ബ്ലൂ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ എൻ്റെ ബാക്ക് ഫേസ് ആയിട്ട് വിളിക്കുക. ഈ ബ്ലൂ ഉള്ളിടത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ ബ്ലൂവും കോർണറായിട്ട് അലൈൻഡ് ആക്കുന്നത്. അപ്പോൾ അതിനെ എൻ്റെ ബാക്ക് ഫേസ് ആയിട്ട് വിളിച്ചിട്ട് അടുത്ത ആൾക്കാർ ചെയ്യണം. റൈറ്റ് ഇൻവേർട്ടഡ്, ഫ്രണ്ട്, റൈറ്റ് ഇൻവേർട്ടഡ്, ബാക്ക് ടു, റൈറ്റ്, ഫ്രണ്ട് ഇൻവേർട്ടഡ്, റൈറ്റ് ഇൻവേർട്ടഡ്, ബാക്ക് ടു, റൈറ്റ് ടു. ഇത്രയും ചിലപ്പിതുണ്ട്. ഈ ബ്ലൂ അത് നമ്മൾ ബ്ലൂ ഉള്ളിടത്തോട്ട് അലൈൻ ചെയ്തു. ഇവിടെ ഇപ്പം കണ്ടോ, ഓറഞ്ച്, ഗ്രീൻ, റെഡ് മുഴുവൻ സോൾവ് ആക്കുന്നു. ഇവിടെ റെഡ് മുഴുവൻ നമുക്ക് സോൾവ് ആയി കിട്ടി. ബാക്കിയെല്ലാം ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ. അതിന് അടുത്ത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം കണ്ടോ, ഈ ഗ്രീൻ ഉള്ളതിൻ്റെ നടുക്കെന്ന് പറയുന്നത് ബ്ലൂ ആണ്. ആ ബ്ലൂവിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഇവിടെ ഉള്ള ഓറഞ്ചിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഇവിടെ ഈ ഇരിക്കുന്ന ഗ്രീനെ നമുക്ക് ഈ ഗ്രീൻ സൈഡിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കുക, ഇവിടെ ഫുള്ളി സോൾവ് ആയിട്ടുള്ള റെഡാണ്. അപ്പോൾ റെഡിനെ അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് പിടിക്കുക. എന്നിട്ട് L2, അപ്പ് ഇൻവേർട്ടഡ്, ബാക്ക്